എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഐക്കോണിൻ്റെ ഒരു പഴയ മോഡൽ ടൈപ്പ്, അതായത് പഴയ മോഡലല്ല, പഴയ മോഡലാണ്, പക്ഷേ സാധനങ്ങളെല്ലാം നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ളതാണ്. അതിൻ്റെ ഒരു പഴയ മോഡൽ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു റേഡിയോ ആണ്. ഈ റേഡിയോയ്ക്കകത്ത് കരോക്കെ ഉണ്ട്, MP3 ഉണ്ട്, USB, FM, അങ്ങനെ എല്ലാം AM FM എല്ലാം കൂടെ ഉള്ള ഒരു റേഡിയോയാണ്. ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ സൗണ്ടാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ പവർ ഓൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ സൗണ്ട് കേൾക്കത്തില്ല. നമുക്കൊരു USB, ഇതിൻ്റെ മുകളിൽ USB പോർട്ടുണ്ട്, ഇവിടെ USB വരുന്നത്. അപ്പോൾ USB കൊടുത്തിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ USB-യിൽ MP3 ഇട്ടിട്ടുണ്ട്. MP3 ഉണ്ട്, ആക്സ് ഉണ്ട്, കരോക്കെ ഉണ്ട്, റേഡിയോ ഉണ്ട്. റേഡിയോയിൽ ഇട്ടിട്ട് ഒന്നും കേൾക്കണില്ല. പിന്നെ ഒരു MP3 പ്ലേ ചെയ്യിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ MP3 പ്ലേ ആയിട്ടുണ്ട്. ഞാൻ വോളിയം ഫുള്ള് വോളിയം കൂട്ടി വെച്ചിരിക്കുകയാണ്. ഈ LED ബ്ലിങ്ക് ചെയ്യുന്നല്ലാണ്ട് പാട്ടൊന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ അത് റീഡായിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട്. അപ്പോൾ ഈ കംപ്ലൈൻ്റാണ് നമുക്കിതിൽ റെഡിയാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അഴിച്ച് എടുക്കാം. ഞാനത് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പിറകിൽ ഒരു 6, 7, 8 സ്ക്രൂ ഉണ്ട്. സ്ക്രൂ ഒക്കെ ഒന്ന് അഴിച്ചെടുത്തിട്ട്, അപ്പോൾ ഈ 8 സ്ക്രൂ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഇവനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. വേണ്ട, ഇതിനകത്ത് ഒരു ബോർഡും ഒരു സ്പീക്കർ, ട്രാൻസ്ഫോമർ, ബാറ്ററി എല്ലാം വെച്ചിട്ടുള്ള ഒരിതാണ്. പഴയ മോഡൽ പെട്ടി മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ബോഡി മാത്രമേ ഉള്ളൂ പഴയ മോഡൽ. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. ഇതിൻ്റെ ഓഡിയോ സെക്ഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓഡിയോ സെക്ഷൻ ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു ബോർഡ് വെളിയിൽ അഴിച്ചെടുത്തൽ പറ്റുള്ളൂ. കാര്യം ഈ ഒരു സെൻട്രൽ സൈഡിലാണ്, ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഓഡിയോ IC വരണത്. അതിന് മുന്നേ ആ ഓഡിയോ ICയിൽ ഡ്രൈ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോ IC ഡ്രൈ ആയിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു ബോർഡ് ഇങ്ങ് അഴിച്ച് വെളിയിലെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബോർഡ് ഞാനിങ്ങ് പുറത്തോട്ട് അഴിച്ചെടുത്തിട്ട് ഞാനിതിൽ സെപ്പറേറ്റ് ഇത് ഈ സ്പീക്കർ കണക്ഷൻ കൊടുക്കാൻ പറ്റത്തുണ്ട്. ഞാൻ സെപ്പറേറ്റ് ഒരു സ്പീക്കർ ഈ ടൈപ്പിലുള്ള ഒരു ബോക്സ് ടൈപ്പ് സ്പീക്കർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് വെച്ചിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇനി ആ സ്പീക്കറിൻ്റെ കംപ്ലൈൻ്റ് ആണോ ഇല്ലയോ എന്ന്. ഓക്കെ, നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിത് ഓൺ ചെയ്തിട്ടുണ്ട്. USB റീഡ് ആവുന്നുണ്ട്. അപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതേ ഒരു കിറിരിപ്പ് തന്നെയാണ് ഇതിലുമുള്ളത്. ഇത് ഈ ഒരു ഹീറ്റ് സിങ് വരുന്നതില്ലേ, ഇവിടെ ഈ ഒരു ഹീറ്റ് സിങ് വരുന്നതാണ് ഇതിൻ്റെ ഓഡിയോ IC. ഈ IC കംപ്ലൈൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു സൗണ്ട് കേട്ടിട്ടുള്ള ഒരു വിശ്വാസം. നമുക്ക് ആദ്യം ഈ ഒരു ഓഡിയോ IC ഇതിനകത്തുനിന്ന് മാറ്റി നോക്കാം. വേറൊരു IC ഇട്ട് നോക്കാം. നമുക്ക് ആദ്യം ഈ IC ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. അതിൻ്റെ ഈ സിങ് അഴിച്ച് മാറ്റി. അപ്പോൾ ഞാൻ അതൊന്ന് അഴിച്ചിട്ട് വരാം. ഇത് മൊത്തം ഡീസോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അഴിച്ച് ഊരിയെടുക്കാം. നല്ല ചൂട്. KA2206B ഇതാണ് ഇതിൻ്റെ ഓഡിയോ IC. ആദ്യം എൻ്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയെന്ന് ആദ്യം നോക്കട്ടെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ സെയിം IC ഇല്ല. എൻ്റെ കയ്യിലുള്ള IC എന്ന് പറയുന്നത് TA2025B ആണ്. അപ്പോൾ ഇത് സ്റ്റീരിയോ IC ആണ്, പക്ഷേ ഇത് മോണോ ആയിട്ടാണ് മോണോ ആക്കിയാണ് ഇതിൽ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് വരുന്നത്. ഇതിൻ്റെ മോണോ സർക്യൂട്ട് സെയിം തന്നെയാണ്.
അപ്പോൾ നമുക്കതിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഈ IC നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ സർക്യൂട്ട് ചെക്ക് ചെയ്തായിരുന്നു. ഇതിൽ IC ഇല്ലാത്തതുകൊണ്ട് ഞാൻ സർക്യൂട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും രണ്ടിൻ്റെയും സർക്യൂട്ട് സെയിം തന്നെയാണ്. നമുക്ക് ഇതൊന്ന് ഇതിൽ സെറ്റ് ചെയ്യാം. അതിൻ്റെ നോച്ച് ശ്രദ്ധിച്ചോണം. നോച്ച് മാറിപ്പോയി കഴിഞ്ഞാൽ IC പോകും. ഞാനിതിൽ വരുന്ന ഹീറ്റ് സിങ് നമുക്കൊന്ന് ഹീറ്റ് സിങ് പേസ്റ്റ് തേച്ചിട്ട് അതിൻ്റെ ഹീറ്റ് സിങ് കൂടെ ഒന്ന് പിടിപ്പിക്കാം. ഇവിടെ ഇതിൻ്റെ ഹീറ്റ് സിങ് കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സ്പീക്കറിൻ്റെ വയറും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഓഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഓൺ ചെയ്ത് സൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ സൗണ്ട് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ IC തന്നെയായിരുന്നു പോയിരുന്നത്. ഈ ഒരു IC ഡാമേജ് ആയി പോയതായിരുന്നു പ്രശ്നം. ഇത് ആഡിയോ IC KA220RB എന്നുള്ള IC മാറി. അതിന് പകരം നമ്മൾ TEA, അപ്പോൾ അതിന് പകരം നമ്മൾ ഈ TEA 2025B എന്നുള്ള IC രണ്ടിൻ്റെയും സർക്യൂട്ട് സെയിം ആണ്. മോണോ സർക്യൂട്ട് സെയിം തന്നെയാണ്. അങ്ങനെ അത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് തിരിച്ച് ഫിറ്റ് ചെയ്യാം. തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇതെല്ലാം പഴയത് കണക്ക് തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്, സ്പീക്കറൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഞാനിത് ഫുള്ള് ഈ അടിച്ചിട്ടിരിക്കുന്ന ഫുള്ള് തിരിച്ച് അതേ കണക്കിന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനത് ഫുള്ള് അതിനകത്ത് അടിച്ചെടുത്ത ബോർഡ് കാര്യങ്ങളെല്ലാം ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്കൊരു പാട്ടിടാന്ന് വെച്ച് കഴിഞ്ഞാൽ USB ഒരു പാട്ടിടാന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഈ FM ഓൺ ചെയ്ത് നോക്കാം. FMലുള്ള ഓക്കെ, ആദ്യം ആൻറ്റിന ഒന്ന് വലിച്ച് നീട്ടി വയ്ക്കാം. അപ്പോൾ ആൻറ്റിന വലിച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് FMലോട്ട്, ഇതാണ് റേഡിയോയിലോട്ട് മാറ്റുന്നത്. റേഡിയോയിലോട്ട് മാറ്റി നല്ലൊരു അരപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു റേഡിയോ സെറ്റ് തിരിച്ച് റണ്ണിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ കംപ്ലൈൻറ്റ്, എൻ്റെ ആഡിയോ IC ആയിരുന്ന കംപ്ലൈൻറ്റ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.